നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലെങ്കിൽ പറയണേ. എനിക്ക് ത്രോട്ട് കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണേ. ഇവിടെ ഇപ്പോ സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ക്ലാരിറ്റി കുറവില്ലല്ലോ? ഇല്ല. സ്ക്രീൻ ഷെയർ ചെയ്ത് അനക്ക് ഷെയർ ചെയ്തു. അഖിലേന്ദുവിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കില്ല. അനക്ക് ഷെയർ ചെയ്തു. അഖിലേന്ദു കംപ്ലീറ്റ് ആയോടാ? ഇല്ല മാം, നല്ല ലാഗാ. ഫ്രൈഡേയിലത്തെ വീഡിയോ കണ്ടില്ല, ഇന്നലത്തെ കണ്ടില്ല. നാളെ ഞാൻ അത് രണ്ടും കവർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം ക്ലാസ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ജസ്റ്റ് സെഷൻ കേൾക്കൂട്ടോ. എന്തോ? ഇപ്പൊ ഇന്നത്തെ സെഷൻ കേൾക്കൂട്ടോ. ജസ്റ്റ് ഞാൻ ജസ്റ്റ് അല്ല അത് ചെയ്യാം. ഓക്കെ. കാണാമോ? ലോഡിങ് ആടോ. കുഞ്ഞോട് വാ. കുഞ്ഞോ ദർശിതേ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിർത്തിയത് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരുന്നു അല്ലേ? എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടേ. ചോദിച്ചോടാ. നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യണോ? എപ്പോഴും അങ്ങനെ ആയിരിക്കണോ ചെയ്യേണ്ടത്? അതെ അതെ അതെ. ക്ലാസിന്റെ അകത്തൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയിട്ട് നമുക്ക് എന്ത് ഫംഗ്ഷനാലിറ്റി വേണമെങ്കിലും ചെയ്യാം. റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ എന്ത് കൈൻഡ് ഓഫ് ആക്ഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് കോൾ ചെയ്യണം. അതെ അതെ അതെ. ഓ ശരി ശരി. ഓക്കെ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരുന്നു. അപ്പോൾ അതിലെന്തൊരു കണ്ടിന്യൂഷൻ കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഊപ്സിൽ. അതായത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളുടെ കോമ്പിനേഷനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടിയെ വേറൊരു ക്ലാസ് അക്വയർ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ്സ് സേ വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ കാർ എന്ന് പറഞ്ഞ ക്ലാസ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ക്ലിയർ ആണോടാ അഖിലേന്ദു? ഇൻഹെറിറ്റൻസ് എന്താന്ന് ബേസിക് ആയിട്ട് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ അതിൽ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടു. ആ ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ സെലീനിയത്തിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന എല്ലാ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിക്കോസ് ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള ടോപ്പിക്സ് ചോദിക്കുമ്പോൾ നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതുകൊണ്ടാണ് നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെലീനിയത്തിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് അതിന്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. ക്ലിയർ ആണോടാ? ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ആണെന്ന് അല്ലെ? ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ലെറ്റ്സ് സേ എ ബി സി 3 ക്ലാസ്സസ് ഉണ്ട്. എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ബി അക്വയർ ചെയ്തു. ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്നും സി എന്ന് പറഞ്ഞ ക്ലാസ് അക്വയർ ആയി. സി എന്ന് പറഞ്ഞ ക്ലാസ് അക്വയർ ചെയ്യാൻ ശ്രമിച്ചത് ബിനെ മാത്രമാണ് ആക്ച്വലി. പക്ഷെ ഇൻ റിസൾട്ട് എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഈ സി എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരേ സമയം എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യാൻ പറ്റി അല്ലേ? ക്ലിയർ ആണോടാ?
മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താണ് എന്ന് ക്ലിയർ ആണോ? പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാം. എന്താണ് എന്ന് ക്ലിയർ ആണോ? അനഘ ക്ലിയർ ആണോടാ? എയുടെ പ്രോപ്പർട്ടീസിനെ ബി അക്വയർ ചെയ്യും, ബിയുടെ പ്രോപ്പർട്ടീസിനെ സി അക്വയർ ചെയ്യും. യെസ്. സോ therefore സി ഓൾ ടുഗദർ എയുടെയും ബിയുടെയും പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യുന്നുണ്ട്. അക്വയർ ചെയ്യുന്നുണ്ട്. അതെ. പക്ഷെ ഡയറക്ട്ലി ആരെ മാത്രമേ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളൂ, ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ? ബിനെ മാത്രം. ഈ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. കൃഷ്ണകുമാർ, ഹായ് കൃഷ്ണകുമാർ. ലേറ്റ് ആയി പോയോ ഇപ്പൊ? ആണോ? ഓക്കെ. എന്തുപറ്റി? പനി എന്തെങ്കിലും ഉണ്ടോ? ക്ലൈമറ്റ് ചേഞ്ചിന്റെ ചുമയും കഫക്കെട്ടും എല്ലാം. തീരെ വയ്യാന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് കേട്ടോളൂ, പ്രശ്നമില്ല കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ. സോ ഞാന് പറഞ്ഞു വന്നത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയിരുന്നു. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടിയെ ബി എന്ന് പറഞ്ഞ ക്ലാസ് അക്വയർ ചെയ്യും, ആൻഡ് ബി എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടിയെ സി എന്ന് പറഞ്ഞ ക്ലാസ് അക്വയർ ചെയ്യും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? അപ്പോ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യുന്നേരെ നമ്മൾക്ക് ബി എന്ന് പറഞ്ഞ ക്ലാസ് ഒരേ സമയം പാരന്റ് ആയിട്ടും ചൈൽഡ് ആയിട്ടും ആക്ട് ചെയ്യും, അല്ലേ? അതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തേടാ, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്തോടാ, ഇനി ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, വെഹിക്കിൾ. ഒരു ഡൗട്ട് ഉണ്ട്, നമുക്ക് ഈ ക്ലാസിന്റെ കാര്യത്തിൽ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ? ക്ലാസ്സിനോ? യെസ്, കൊടുക്കാം. നമ്മൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിൽ ഉപയോഗിച്ച് പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ലേ? ആ പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്ട്ലി പാസ് ചെയ്യണ്ടായിരുന്നത്, അല്ലേ? അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം ഒരു ഇൻപുട്ട് റീഡ് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിൽ പാസ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അതില് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തോളൂ. കൺസ്ട്രക്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാ? യെസ്, എന്തെങ്കിലും ഒരു പാരാമീറ്റർ പാസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാരാമീറ്റർ പാസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു ഫീച്ചർ ആയിട്ട് പാസ് ചെയ്യടാ. കാർ എന്ന് പാസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും പാസ് ചെയ്യും, എൻജിൻ എന്നോ അങ്ങനെ എന്തെങ്കിലും പാസ് ചെയ്യും. ഓക്കെ, സ്പീഡ് ഫൈൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെൽഫ് ഡോട്ട് സ്പീഡ് ഈക്വൽസ് യെസ്. പിന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഫംഗ്ഷൻ ഡിസ്പ്ലേ ഡീറ്റെയിൽസ്.
സ്പീഡിനെ പ്രിന്റ് ചെയ്തോടാ. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ താഴെ. ഇപ്പൊ വെഹിക്കിൾ അല്ലേ ക്രിയേറ്റ് ചെയ്തത്, അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുത്തോളൂ, കാറോ ബൈക്കോ വിച്ച് എവർ ഇറ്റ് ഈസ്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ബ്രാക്കറ്റ്സില് എന്താ പാസ് ചെയ്യേണ്ടത്? വെഹിക്കിൾ പാസ് ചെയ്യൂ. കോളം കൊടുക്കൂ, എൻ്റർ അടിക്കാം. ഇവിടെ ഡെഫ് ഇനിറ്റ് ഇവിടെ ഇത്തവണ നമുക്ക് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ബിക്കോസ് നമുക്കിവിടെ കാർ എന്ന് പറഞ്ഞ ക്ലാസ് വെഹിക്കിളിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഏതാ പാരാമീറ്റർ ആയിട്ട് കിടക്കുന്നത്? സ്പീഡ്. അത് കഴിഞ്ഞ് കാറിന്റെ പാരാമീറ്റർ ഒന്നും കൂടെ പാസ് ചെയ്യാം. എൻ്റർ ചെയ്യാം. യെസ്, നെക്സ്റ്റ് കൊടുക്കടാ. സൂപ്പർ ഡോട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, സൂപ്പറിന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടാം. ഡോട്ട് ഇനിറ്റ് അണ്ടർസ്കോർ ഇനിറ്റ് ഓഫ് സ്പീഡ്. യെസ്, ഇനി താഴെ എന്ത് ചെയ്യാ? മൈലേജ്. ഇതേപോലെ സൂപ്പർ. ഇതിന് സൂപ്പർ വേണ്ട, കാരണം എന്താ? മൈലേജ് കാറിന്റെ പാരാമീറ്റർ അല്ലേ? സെൽഫ് ഡോട്ട് മൈലേജ്. സെൽഫ് ഡോട്ട് മൈലേജ്. യെസ്, ഇനി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. സെയിം പേര് കൊടുക്കുക, ഡിസ്പ്ലേ ഡീറ്റെയിൽസ് തന്നെ പേര് കൊടുക്കുക കേട്ടോ. സെയിം പേര് റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലേ? ഇല്ല, അത് ഞാൻ പറഞ്ഞുതരാം. സെയിം പേര് റിപ്പീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കാന്നുള്ളത് പറഞ്ഞുതരാം. അതിനാണ് സെയിം നെയിം കൊടുക്കാൻ വേണ്ടത്. ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് ആരെ വിളിക്കണം? പ്രിന്റിന് മുന്നേ ആരെ വിളിക്കണം? സൂപ്പർ. സൂപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് ആരെ വിളിക്കണം? ഡിസ്പ്ലേ ഡീറ്റെയിൽസിനെ വിളിക്കണം. അകത്ത് നമ്മളിവിടെ ഇങ്ങനെ സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് വിളിക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസിനെ വിളിച്ചാൽ അവിടെ ഏത് ഡിസ്പ്ലേ ഡീറ്റെയിൽസിനെ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്? യെസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെച്ച് സൂപ്പർ ഡോട്ട് വിളിക്കുന്നത്. ഓക്കെ, അതിന് താഴെ പ്രിന്റ് ചെയ്തോളൂ മൈലേജിന്. മോളമ്മ ഓഫാക്കിട്ടാ. ഇങ്ങോട്ട് വാ.
വേണ്ട വാങ്ങണ്ട വാങ്ങിയ ഓക്കെ. ഇനി നമ്മൾ ഇനി നെക്സ്റ്റ് കാർ എന്ന് ഇനി നെക്സ്റ്റ് സ്മാർട്ട് കാർ എന്നിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തേടാ. ഇതിനകത്ത് കാറല്ലേ? ഇതിനകത്ത് കാറിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. യെസ്. യെസ്. ഇനി ഇവിടെ അഗെയിൻ കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തോളൂ. ഇവിടെ എത്ര പാരാമീറ്റേഴ്സ് വേണ്ടി വരും? ഇവിടെ സ്പീഡ്, മൈലേജ്, പിന്നെ അഡീഷണലി മൈലേജ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ല, സ്പീഡും മൈലേജും കൊടുക്കണം. അതിന്റെ കൂടെ ഏതും കൂടെ കൊടുക്കണം? പുതിയതായിട്ട്. യെസ്, കറക്റ്റ്. കൊടുത്തോളൂ. ഇവിടെ അഗെയിൻ നമ്മൾ ആരാദ്യം വിളിക്കണം? സൂപ്പർ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൽ മൈലേജ് ആണോ? മൈലേജ്, സ്പീഡും മൈലേജും വേണേ. ഡിസ്പ്ലേ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാം. യെസ്, ഡിസ്പ്ലേ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാം. യെസ്. ഇനി സ്മാർട്ട് കാറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തടാ. നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം? സ്പീഡ്, മൈലേജ്, എൻജിൻ, 3 വാല്യൂസ് പാസ് ചെയ്യാം. എൻജിൻ ടൈപ്പ്, എൻജിൻ നല്ല പേര് കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെ കൊടുത്തു. ജസ്റ്റ് ഡബിൾ കോട്സ് നെയിം പാസ് ചെയ്താൽ മതി. എൻജിൻ തന്നെ പാസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി obj1 ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസ് വിളിച്ചു നോക്കൂ.
ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാടാ ഫയല്. എവിടെ എറർ അടിക്കുന്നേ? എവിടെ ഒരു എറർ ഉണ്ടല്ലോ. ഒരു എവിടെയാ ഡെഫിന്റെ പ്രിന്റ് എവിടെയാ വരിക? ഇൻഡന്റേഷൻ നോക്കിയാ. ഇവിടെ ഇത് അത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈത്തണിൽ ഇൻഡന്റേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? ഒരു ഭാഗത്ത് ഇരിക്കേ. യെസ്, ഇതില് സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ ഡീറ്റെയിൽസിലെ ലൈൻ നമ്പർ 20-ല്, അതായത് നമ്മളുടെ സ്മാർട്ട് കാർ എന്ന ക്ലാസ്സിലുള്ള സൂപ്പർ ഡോട്ട് ഇതൊന്ന് കമന്റ് ചെയ്യാമോ? ലൈൻ നമ്പർ 20 ഒന്ന് കമന്റ് ചെയ്യാമോ? അത് മാത്രം, പ്രിന്റ് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇപ്പൊ എന്ത് മാത്രമേ പ്രിന്റ് ആയുള്ളൂ? എൻജിൻ മാത്രമേ പ്രിന്റ് ആയുള്ളൂ. അതെ, അതായത് ഇതിന് ഇപ്പൊ ചെയ്ത പ്രോസസ് ഇല്ലേ, ഇതിനാണ് ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ സെയിം നെയിം ആൻഡ് പാരാമീറ്റേഴ്സ് ഉള്ള ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ചൈൽഡ് ക്ലാസ്സിൽ എന്താണോ ഉള്ളത് അതാണ് പ്രിന്റ് ചെയ്യുക. ക്ലിയർ ആണോടാ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻ ഓവർ റൈഡിങ്. ഈ ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോളിമോർഫിസം എന്നൊരു ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതായത് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് ഫങ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, ഇത് ഡൗട്ട് ഉണ്ടോ? അത് ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഒന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ വാ. സോഫ്റ്റ് പിന്നെ നീ ഇപ്പൊ അവിടെ പോയെന്നാ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ പോകാൻ പറഞ്ഞു. ഡൗട്ട്സ് ഉണ്ടോടാ? ഇതിനെ നമ്മൾ കോൾ ചെയ്തില്ലെങ്കിലല്ലേ ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്? ഈ സൂപ്പർ അല്ല, സൂപ്പർ വിളിക്കുന്നതിനല്ല, സെയിം നെയിം ഉള്ള ഫങ്ഷൻ
പാരന്റ് ക്ലാസ്സിലും ചൈൽഡിലും ഉണ്ടെങ്കിൽ ചൈൽഡിലുള്ള ഡാറ്റയെ മാത്രം പ്രിന്റ് ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് പോളിമോർഫിസത്തിനെയാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്ന് പറയാമോ? Yes, function overriding refers to the polymorphism concept. POLY ആണെടാ. Polymorphism concept that executes the functions of child class only when the function name is same and the function name is സെയിം. അഴിക്കുന്നില്ല, കുറച്ച് മാറ്റി വെച്ചു. And the function name is same in both parent and child. Okay. ക്ലിയർ ആണോടാ? ഇനി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇനി എന്ന്. അഖിലേന്ദു അതുപോലെ കൃഷ്ണകുമാർ നിങ്ങൾ നോക്കണേടാ. ഞാൻ സ്ക്രീൻ കാണുന്നത് നിങ്ങളുടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഖിലേന്ദുവിനെ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് പറയാ കേട്ടോ. ഞാൻ 2 ക്ലാസ്സും കൂടെ അറ്റൻഡ് നേരത്തെ പോയാലേ എനിക്ക് മൊത്തത്തിൽ മനസ്സിലാകത്തുള്ളൂ. ആ, Overall കുഴപ്പമില്ല, അത് concept കുഴപ്പമില്ല, എനിക്കറിയാം. അത് കുഴപ്പമില്ല. ഉം. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ മെസ്സേജ് അയച്ച് ചോദിക്കാം. നാളെ ഞാൻ അവൈലബിൾ ആവുമോ എന്ന് എനിക്ക് ഉറപ്പില്ലടാ. നാളെ ഞാൻ ലീവാണ്. ഓക്കെ. ഒരു ഫാമിലി ഒരു പേഴ്സണൽ റീസണിന് പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മാരേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോവാം. അപ്പൊ എനിക്ക് എത്രത്തോളം ഫോൺ ആക്സസിബിൾ ആയിരിക്കും എന്ന് അറിയത്തില്ല. ഞാൻ മെസ്സേജ് കാണുവാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അല്ല കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളാം. ഓക്കേടാ, ഓക്കെ ശരി. ഓക്കെ. ഇത് ക്ലിയർ അല്ലേ? അതെ. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസിൽ അതുപോലെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൽ നമ്മൾ എങ്ങനെ കണ്ടത്? ഒരു പാരന്റ് ഒരു ചൈൽഡ് അല്ലേ? ഈ റിലേഷൻ ആണ് നമ്മൾ കണ്ടത്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പാരന്റ്സും സിംഗിൾ ചൈൽഡും, അതായത് രണ്ട് പാരന്റും ഒരു ചൈൽഡും. ഫാദറിന്റെയും മദറിന്റെയും പ്രോപ്പർട്ടി എങ്ങനെ ഒരു ചൈൽഡ് അക്വയർ ചെയ്യുന്നു അതേ രീതിയിലായിരിക്കും ഏത് ആക്ട് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആക്ട് ചെയ്യുന്നത്. ഫാദർ ക്ലാസ്സും ഉണ്ടാവും, മദർ ക്ലാസ്സും ഉണ്ടാവും.
ആൻഡ് ഈ ഫാദർ ക്ലാസിനെയും മദർ ക്ലാസിനെയും പ്രോപ്പർട്ടീസിനെ ഒരുമിച്ച് ചൈൽഡ് അക്വയർ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ അല്ലേടാ? യെസ്. ഒരു കാര്യം ചെയ്തോളൂ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തേ, സോറി, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡോട്ട് പി വൈ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡോട്ട് പി വൈ. ഇവിടെ ആദ്യം ഫാദർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന് ഫാദർ എന്ന ക്ലാസ് ആണേടാ. ഒരു ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ കൺസ്ട്രക്ടർ എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നും അല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇത്തവണ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാതെ നോക്കാം. എന്തൊരു പേര് കൊടുത്തോണ്ട് സ്കിൽസ് എന്ന പേര് കൊടുക്കും. ഫംഗ്ഷൻ എന്തെങ്കിലും ഫാദർ സ്കിൽ എന്ന് പ്രിന്റ് ചെയ്തോളൂ അകത്ത്. വേണ്ട, സ്കിൽസ് മാത്രം കൊടുത്ത് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. നോർമൽ ഫംഗ്ഷൻ മതി. അത്ര ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഞങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒക്കെ എടുക്കുന്നത്. ജസ്റ്റ് ഒരു എന്തെങ്കിലും ടെക്സ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഫാദർ സ്കിൽ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്താൽ മതി. ഫാദർ സ്കിൽസ് ആർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 2 സ്കിൽ ആഡ് ചെയ്തോളൂ, മെസ്സേജ് ആയിട്ട് തന്നെ. ഇതിനകത്ത് 2 സ്കിൽസ് കൂടെ ആഡ് ചെയ്യാനാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് കൊടുത്താൽ മതി ഡബിൾ കോട്ട്സിൽ. ഇനി റാൻഡം സ്കിൽസ് കൊടുത്തോ. എന്തെങ്കിലും ടാലന്റ്, സിംഗിങ്ങോ പെയിന്റിങ്ങോ എന്തെങ്കിലും ഒന്ന് കൊടുത്തോ. ഓക്കെ, ഒരെണ്ണം കൊടുത്താൽ മതി, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതുപോലെ മദർ എന്നിട്ടൊരു ക്ലാസ്സും ക്രിയേറ്റ് ചെയ്തോടാ. ഇവിടെയും സ്കിൽസ് തന്നെ ക്രിയേറ്റ് ചെയ്യൂ. മദർ സ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി താഴെ ചൈൽഡ് ക്ലാസ് ചൈൽഡ്. ഈ ചൈൽഡിന് ഒരു ബ്രാക്കറ്റ് ഇടുക. ആ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഫാദർ മദർ എന്ന് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ അഗെയിൻ സ്കിൽസ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇത്തവണ എന്ത് കൊടുക്കണം, സൂപ്പർ ഡോട്ട് സ്കിൽസ്. സെൽഫില് സൂപ്പർ ഡോട്ട് സ്കിൽസ്. അവിടെ ഇല്ല താഴെ.
അതിന് താഴെ ചൈൽഡ്സ് സ്കിൽ എന്ന് പ്രിന്റ് ചെയ്തോളൂ. ചൈൽഡ്സ് സ്കിൽ അത് മാത്രം മതി. ഇനി ചൈൽഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കേ. നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അണ്ടർസ്കോർ കൊടുക്കാമോ? കൊടുക്കാം. യെസ്. അങ്ങനെയാണോ? ചൈൽഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് അത്രയല്ലേ ഇടുള്ളൂ. യെസ്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ആന്റിയല്ലേ പറഞ്ഞില്ലേ അമ്മയുടെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ആന്റിയെ കാണാൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തൊക്കെ പ്രിന്റായി? മദേഴ്സ് സ്കില്ല് പ്രിന്റ് ആയില്ല. അതായത് ഇതാണ് ഒരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു പ്രോബ്ലം. ഇതാണ്, അതായത് ഒന്നിൽ കൂടുതൽ പാരന്റ് ഉണ്ട് ആൻഡ് രണ്ട് പാരന്റിലും സെയിം നെയിം ഓഫ് ഫംഗ്ഷൻ വന്നാൽ ഏതർ ഓഫ് ദ പാരന്റിനെയാണ് ചൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോടാ? ഏതർ ഓഫ് ദ പാരന്റിനെയാണ് അപ്പൊ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ലീസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? നമ്മളെപ്പോഴും എന്താ വിചാരിക്കുന്നത്, ഒരു ക്ലാസ്സുമായിട്ട് ലിങ്ക് ചെയ്താൽ അതിൽ എല്ലാ പ്രോപ്പർട്ടീസും എനിക്ക് അക്വയർ ചെയ്യാൻ പറ്റണം അല്ലേ? ആ ഒരു കൺസെപ്റ്റിലല്ലേ നമ്മൾ ഇൻഹെറിറ്റൻസ് എഴുതുന്നേ. നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എഴുതി തുടങ്ങിയപ്പോ നമുക്ക് ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടി മാത്രമേ അക്വയർ ആവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കുമോ? ആക്സെപ്റ്റബിൾ ആയിരിക്കുമോടാ? സോ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് കൂടി ഉണ്ട്. മൾട്ടിപ്പിൾ പറഞ്ഞു, മൾട്ടി ലെവൽ പറഞ്ഞു, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ സിംഗിൾ പാരന്റ് ആൻഡ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ. ഓക്കെ, ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ എക്സാമ്പിൾ ചെയ്യണമെന്നില്ല, ഹയറാർക്കിക്കലിന്റെയും ഹൈബ്രിഡിന്റേതും. ഈ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് സിംഗിൾ പാരന്റ് ആൻഡ് മൾട്ടിപ്പിൾ ചിൽഡ്രൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഇപ്പൊ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? യെസ്. ഇനി ലെറ്റ്സ് സേ ഞാനിപ്പോ ഈ പറഞ്ഞ 4 ഇൻഹെറിറ്റൻസസ് ഉണ്ടല്ലോ,
സിംഗിൾ ലെവൽ, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ എന്നെല്ലാം പറഞ്ഞില്ലേ? ഞാനിപ്പോ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസിനെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയും കൂടെ കമ്പൈൻ ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. ഒരു എക്സാമ്പിൾ ആണേ. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. മനസ്സിലായോ? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ക്ലിയർ ആയോ? എവിടെ തൊട്ടാടാ പറയണ്ടേ? പറഞ്ഞുതരാം. അതായത് ലെറ്റ്സ് സേ ഞാൻ എന്ത് ചെയ്യാണ്, സിംഗിൾ ഇൻഹെറിറ്റൻസിനെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയും കൂടെ കമ്പൈൻ ചെയ്യാണെന്ന് വിചാരിച്ചു. അതായത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ അക്വയർ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് പറയാണ്, ബി സി എന്നൊരു ക്ലാസ്സും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാണ് ബി കോമ സി എന്ന് പറഞ്ഞിട്ട് ഡി എന്ന് പറഞ്ഞ ക്ലാസ് ബിനെയും അതുപോലെ തന്നെ സിനെയും അക്വയർ ചെയ്യാൻ നോക്കുകയാണ്. ക്ലിയർ ആണോടാ? ഞാൻ സിനാരിയോ എ ബി സി ഡി 4 ക്ലാസ്സസ്. എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ബി അക്വയർ ചെയ്തു. അതെന്താണ്? നോർമൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് അല്ലേ? അത് കഴിഞ്ഞിട്ട് സി എന്ന് പറഞ്ഞൊരു ക്ലാസ് കൂടെ ക്രിയേറ്റ് ചെയ്ത ശേഷം ഡി എന്ന് പറഞ്ഞ ക്ലാസ് എന്ത് ചെയ്തു, ബിനെയും സിനെയും അതിന്റെ പാരന്റ് ആക്കി. മൾട്ടിപ്പിൾ പാരന്റ്സും സിംഗിൾ ചൈൽഡും ആണെങ്കിൽ അത് എന്ത് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്? മൾട്ടിപ്പിൾ പാരന്റ്, ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ 2 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കമ്പൈൻ ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്തിരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണോടാ? ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ക്ലിയർ ആണോ? മൾട്ടിപ്പിൾ ഒന്നും കൂടെ പറയോ? മൾട്ടിപ്പിളും മൾട്ടി ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏതാടാ? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാല് ഒരു പാരന്റും ഒരു ചൈൽഡും അല്ലേ ഉള്ളൂ. അതായത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ബി അക്വയർ ചെയ്തു, ബി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ സി അക്വയർ ചെയ്തു അല്ലേ? ഓക്കേ, വാട്ടർഫാൾ കണക്കല്ലേ? അതെ, വാട്ടർഫാൾ കണക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് തന്നെ നമ്മളുടെ ഇതാണെങ്കിലോ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണെങ്കിലോ, ഫാദർ മദർ എന്ന 2 ക്ലാസ്സസ്, ആ 2 ക്ലാസ്സസിനെയും കൂടെ ആര് ഇൻഹെറിറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്? ചൈൽഡ് ഇൻഹെറിറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ക്ലിയർ ആണോ? ഓക്കേ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇനിയുള്ള അടുത്ത ടോപ്പിക് എടുത്ത് നമുക്ക് തീരില്ല. ഓക്കെ, ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഇന്നെടുത്ത് ഇത്രയും പോർഷൻസ് ഡൗട്ട് ഉണ്ടോ? എന്താടാ? അതോടെ പറയോടാ കൃഷ്ണമ്മ. കാണാം, സ്ക്രീൻ കാണാവേ. അപ്പോൾ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് OBJ2 ഈക്വൽസ് ഒന്നും പ്രിന്റ് ആയില്ല അല്ലേ? എൻ്റർ സ്പീഡ് ഇപ്പോൾ എല്ലാം എൻ്റർ ചെയ്തേ.
obj2 ഡോട്ട് ഡിസ്പ്ലേ ബ്രാക്കറ്റ്സിൽ a, b, c കൊടുത്തേ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുക്കുന്നുണ്ടോ നോക്കിക്കേ. ഡിസ്പ്ലേ 1 എന്തെങ്കിലും പാരാമീറ്ററിനെ പാസ് ചെയ്യുന്നുണ്ടോ അവിടെ? ടൈപ്പ് എറർ അടിച്ചു. കാരണം എന്തായിരിക്കും? മുകളിലേക്ക് പോയിക്കേ. ഫസ്റ്റ് മിസ്റ്റേക്ക് a ഈക്വൽസ് b ഈക്വൽസ് c ഈക്വൽസ് എന്നിട്ട് മുകളിൽ കൊടുത്തിട്ടില്ല 26, 27, 28. ആ ലൈൻസിന്റെ ആവശ്യമില്ല. 26, 27, 28 c ഈക്വൽസ് b ഈക്വൽസ് ഉണ്ട് അസൈൻ ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല. സ്മാർട്ട് കാർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം? obj2 ഈക്വൽ സ്മാർട്ട് കാർ അവിടുന്ന് കട്ട് ചെയ്യൂ. നമ്പർ 27 കട്ട് ചെയ്യൂ. obj2 ഈക്വൽസ് ആ ലൈൻ കട്ട് ചെയ്തേടാ, റിമൂവ് ചെയ്തേ അവിടുന്ന്. യെസ്. ഇനി എ ബി സി ഇൻപുട്ട് എടുത്ത ശേഷം അതായത് ലൈൻ നമ്പർ 31 കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചേ. അവിടെ കൊടുക്കൂ obj2 ഈക്വൽസ് സ്മാർട്ട് കാർ ബ്രാക്കറ്റ്സിൽ a, b, c. എസ് ക്യാപ്സ് അല്ലേ എന്നോടാ? ക്യാപ്സ് അല്ലേ എന്നോടാ? അടുത്ത obj2ന്റെ സ്മോൾ ആക്കിക്കേ. ഇനി ഡിസ്പ്ലേയിൽ ABC പാസ് ചെയ്യണ്ട. ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഉണ്ടായല്ലേ? അതായത് ആദ്യം ഇൻപുട്ട് റിസീവ് ചെയ്യുക, ഇൻപുട്ട് റിസീവ് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ വിളിക്കാം. ക്ലിയർ ആണോടാ? ഓക്കെ. ഓക്കെ. സോ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടാ? അഖിലേന്ദു നോക്കിയിട്ട് പറയൂ കേട്ടോ ഡൗട്ട്സ്. ഓക്കേടാ, ശരി. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. കൺഫേം അല്ലേ? അതെ, നാളെ ലീവാടാ. നാളെ സെഷൻ ഇല്ല കേട്ടോ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ബൈ.